ഹായ് വെൽക്കം ബാക്ക് ടു എജർ ഫാമിലി ബൈ ലോർ ഓർഗാനിക്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും ഒരു സോപ്പ് മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സോപ്പ് വരുന്നത് നമ്മുടെ മഞ്ചിഷ്ടയും അതുപോലെ തന്നെ നവരാരി ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നവരാരി അല്ലെങ്കിൽ ഞവര റൈസ് എന്നൊക്കെ പറയും. ഈ ഒരു സോപ്പ് നമ്മൾ എങ്ങനെയാണ് മേക്ക് ചെയ്തിരിക്കുന്നത്, ഇതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർത്തിരുന്നൊക്കെ ഇതിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ എന്തായാലും ഒട്ടും സമയം കളയുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സോപ്പ് മേക്കിങ്ങിന് നമ്മൾ ആദ്യം എടുത്തിരിക്കുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് ഈ ഒരു അരിയാണ് കേട്ടോ. ഇതാണ് നവര അരി എന്നറിയപ്പെടുന്നത്, ഞവര എന്ന് പറയൂ കേട്ടോ. ഈ അരി വെച്ചിട്ടാണ് കേട്ടോ നമ്മളിന്ന് സോപ്പ് മേക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. കൂടാതെ തന്നെ നമ്മൾ മഞ്ചിഷ്ടയും എടുത്തിട്ടുണ്ട്. മഞ്ചിഷ്ടയുടെ സ്റ്റെമ്മാണ് കേട്ടോ ഇത്, പക്ഷേ സ്റ്റെം അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, ഇതിൻ്റെ പൗഡറാണ്. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു മഞ്ചിഷ്ടയുടെ സ്റ്റെം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ നമ്മൾ കുറച്ച് നവരാരി ഒന്ന് കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളമൊക്കെ ഒന്ന് പോയതിന് ശേഷം ഞാനതൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. വറുത്ത് നമ്മളതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറിയതിന് ശേഷം മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ ഈ കാണുന്നത്. ഈ ഒരു നവരരിയുടെ പൗഡർ നമുക്കിനി നല്ല രീതിയിലൊന്നത് അരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അരിച്ചെടുത്തതാണ് ഈ കാണുന്നത്. ഇത് മഞ്ചിഷ്ടയുടെ പൗഡറാണ്. ഇതും നമ്മളൊരു 3-4 തവണ അരിച്ചെടുത്തതാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ നവരരിയുടെ പൗഡറാണ് കേട്ടോ. ഇതും ഒരു 3-4 തവണ അരിച്ചെടുത്തതാണ് കേട്ടോ. ഒരു 500 ഗ്രാം ബേസ് വെച്ചിട്ട് ചെയ്യാനുള്ള മെഷർമെൻ്റ് ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യമേ തന്നെ ഒരു പോക്കറ്റ് സ്കെയിൽ എടുത്തിട്ടുണ്ട്. അതിന് മുകളിലേക്ക് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രത്തിൻ്റെ വെയിറ്റ് മൈനസ് ആക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഇപ്പോൾ ആദ്യമേ തന്നെ ഇട്ട് കൊടുക്കുന്നത് മഞ്ചിഷ്ടയുടെ പൗഡറാണ്. ഈ ഒരു മഞ്ചിഷ്ട എന്ന് പറയുന്നത് ആയുർവേദത്തിലൊക്കെ ചർമ്മ സംരക്ഷണത്തിന് ഏറ്റവും മികച്ച ഒന്നാണ് മഞ്ചിഷ്ട. അതുപോലെ തന്നെ ഇതിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി മൈക്രോബയൽ ഗുണങ്ങളുള്ളത് കൊണ്ട് തന്നെ മുഖക്കുരു, അതുപോലെ തന്നെ മുഖക്കുരു വന്നതിൻ്റെ കറുത്ത പാടുകളൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് മഞ്ചിഷ്ട ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ എക്സിമ, സോറിയാസ് പോലുള്ള ഈ സ്കിന്നിലുണ്ടാകുന്ന പ്രശ്നങ്ങളും റെഡ്യൂസ് ചെയ്യാനായിട്ട് മഞ്ചിഷ്ട ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. മഞ്ചിഷ്ട പൗഡർ ഒരു 3 ഗ്രാമാണ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നവരാരിയുടെ ഒരു പൗഡർ ഉണ്ടല്ലോ അതാണ്. ഈ ഒരു നവരാരി പൊതുവെ ആരോഗ്യ ഗുണങ്ങളേറെയുള്ള ഒരു ധാന്യമാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ സ്കിൻ കെയറിലാണെങ്കിലും നവരാരി ഉപയോഗിച്ച് വരുന്നുണ്ട്. ഈ ഒരു നവരാരിയിൽ ആൻറ്റി ഓക്സിഡൻറ്റുകളൊക്കെ ഇൻക്ലൂഡ് ആയതുകൊണ്ട് തന്നെ സ്കിന്നൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ മൂലം ഉണ്ടാകുന്ന ഈ കറുത്ത പാടുകളൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ടും നവരാരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു നവരാരിയുടെ പൗഡർ നമ്മളൊരു 3 ഗ്രാമാണ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തതായിട്ട് ആഡ് ചെയ്യുന്നത് റോസ് വാട്ടറാണ്. റോസ് വാട്ടർ ഒരു 7 ml അടുത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. റോസ് വാട്ടർ നമുക്ക് നോക്കിയിട്ട് വീണ്ടും ചിലപ്പോൾ ആഡ് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ ആദ്യം ഇത്രയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പോരാന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ചും കൂടി ഒന്ന് ഒഴിക്കേണ്ടി വരും കേട്ടോ. അടുത്തത് ചേർക്കുന്നത് വെജ് ഗ്ലിസറിനാണ്. ഗ്ലിസറിൻ 1 ഗ്രാമിൻ്റെ അടുത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്ലിസറിൻ ആഡ് ചെയ്തതിന് ശേഷം അടുത്തതായിട്ട് ചേർക്കുന്നത് ആൽമണ്ട് ഓയിലാണ്. ആൽമണ്ട് ഓയിലും 1 ഗ്രാമിൻ്റെ അടുത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് പറയുന്നത് വൈറ്റമിൻ ഇയുടെ ഓയിലാണ്. അത് നമ്മളൊരു 2-3 ഡ്രോപ്സിൻ്റെ അടുത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വൈറ്റമിൻ ഇയുടെ ഓയിലിന് പകരം അതിൻ്റെ ക്യാപ്സ്യൂളാണെങ്കിലും ചേർത്താൽ മതിയാകും കേട്ടോ. ഇപ്പോൾ നമ്മളിതിലോട്ട് ആഡ് ചെയ്തിരിക്കുന്നത് മഞ്ചിഷ്ട പൗഡർ, നവരരിയുടെ ഒരു പൗഡർ, അതുപോലെ തന്നെ റോസ് വാട്ടർ, വെജ് ഗ്ലിസറിൻ, വൈറ്റമിൻ ഇത്രയാണ്. ഇനി ഇത് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ മിക്സിങ് നോക്കിയിട്ട് നമുക്ക് വീണ്ടും റോസ് വാട്ടർ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ മിക്സാക്കി കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി റോസ് വാട്ടർ നമുക്ക് വേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഒരു 5 ml അടുത്തും കൂടെ റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മളിപ്പോൾ പൗഡേഴ്സൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഇത്തിരി അളവ് കൂടിപ്പോയാലും വലിയ പ്രശ്നമൊന്നും വരത്തില്ല. അതേമാതിരി നമ്മളിപ്പോൾ ഇതിൻ്റെ ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് വെച്ചിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അളവ് ഇത്തിരി കൂടിപ്പോയി കഴിഞ്ഞാലും ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മുടെ സോപ്പ് കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ടോട്ടൽ ഒരു 20 ഗ്രാമിൻ്റെ അടുത്താണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു കൂട്ട്. അപ്പോൾ മിക്സിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലോട്ട് വേണ്ടിയിട്ടുള്ള ഒരു ബേസ് നമുക്ക് മെഷർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 508 ഗ്രാമിൻ്റെ അടുത്താണ് ബേസ് എടുത്തിരിക്കുന്നത്. ഗോട്ട് മിൽക്കിൻ്റെ ബേസാണ് കേട്ടോ വരുന്നത്. ആ ഒരു ബേസ് നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്, പെട്ടെന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതൊന്ന് മെൽറ്റാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളമൊക്കെ ഓൾറെഡി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ ഒരു ചൂടായിരിക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ബേസും കൂടെ കൂടിയിട്ട് ഇറക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതൊന്ന് മെൽറ്റായി കിട്ടാനായിട്ട് കുറച്ച് ടൈം എടുക്കും. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന മോൾഡ് ഈ ഒരു ഓവൽ ഷേപ്പിലുള്ള മോൾഡാണ്. 100 ഗ്രാമിൻ്റെ മോൾഡാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ ബേസൊക്കെ നല്ല രീതിയിൽ മെൽറ്റായി വന്നിട്ടുണ്ട്. ആ ഒരു മെൽറ്റായിരിക്കുന്ന ബേസിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു കൂട്ടുണ്ടല്ലോ അതും കൂടിയിട്ട് ഇട്ട് കൊടുക്കുകയാണേ.
ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ആ ഒരു കൂട്ടും കൂടെ ഇട്ടതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാടിട്ട് ഇളക്കരുത്. ഇളക്കി കഴിഞ്ഞ് പതവന്ന് കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. ഏകദേശം ഒരു 2-3 മിനിറ്റൊക്കെ ഒന്ന് ഇതുപോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ എക്സ്ട്രാ കളറോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അതിൻ്റെ ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള കളറാണ് വരുന്നത്. അങ്ങനെ മിക്സൊക്കെ ആക്കി കഴിയുമ്പോൾ ഈ ഒരു കളറിലാണ് കേട്ടോ നമ്മുടെ ആ ഒരു കൂട്ട് വന്നിരിക്കുന്നത്. ഇനി ഇത് വാങ്ങി വെക്കുകയാണ്. വാങ്ങി വെച്ചതിന് ശേഷം അതിലോട്ട് ഫ്രാഗ്രൻസ് ചേർക്കുന്നുണ്ട്. ഫ്രാഗ്രൻസ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് മസ്കിൻ്റെ ഫ്രാഗ്രൻസ് ആണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. ഒരു 12.5 ml അടുത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് മോഡിലോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ചൂടോടുകൂടി തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ കുറച്ച് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒഴിക്കുമ്പോൾ മോൾഡ് ഉരുക്കി പോകുമെന്നുള്ളത്. ഉരുക്കി പോകത്തൊന്നുമില്ല കേട്ടോ, സിലിക്കൺ മോൾഡാണ് വരുന്നത്. അങ്ങനത്തെ നമ്മൾ എല്ലാ ഷേപ്പിലായിട്ടും ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു സാമ്പിൾ സോപ്പിനും കൂടെ വേണ്ടിയിട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇനി അടുത്തതായിട്ട് ആ ഒരു സോപ്പിൻ്റെ മുകളിലുള്ള പത ഒന്ന് റിമൂവ് ചെയ്യാനായിട്ട് റബ്ബിംഗ് ആൽക്കഹോളും കൂടെ സ്പ്രേ ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷണൽ മാത്രമാണ് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ സോപ്പിൻ്റെ മുകളിലുള്ള പത ഒന്നല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ച് കോരിമാറ്റുക, ഇല്ലാന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ വെക്കാവുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഏകദേശം ഒരു 3 മണിക്കൂർ സെറ്റ് ആവാനായിട്ട് വെക്കുന്നുണ്ട്. 3 മണിക്കൂറൊന്നും വേണ്ട, അതിനുള്ളിൽ തന്നെ സെറ്റായി കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പം ഇനി ഇതെന്തായാലും സെറ്റായതിന് ശേഷം കാണിച്ചു തരാവേ നമ്മുടെ സോപ്പ് എങ്ങനെയാണ് ഇരിക്കുന്നതെന്നൊക്കെ. അങ്ങനെ നമ്മുടെ സോപ്പൊക്കെ നല്ല രീതിയിൽ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോരോ സോപ്പുകളായിട്ട് അൺമോൾഡ് ചെയ്ത് നോക്കാട്ടോ. ഏകദേശം ഒരു 3 മണിക്കൂറിലൊക്കെ കൂടുതലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ആദ്യത്തെ സോപ്പ് നമ്മൾ അൺമോൾഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മഞ്ചിഷ്ട, അതുപോലെ തന്നെ നവര റൈസ് വെച്ചിട്ടുള്ള ഗോട്ട് മിൽക്കിൻ്റെ സോപ്പ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഒരു സോപ്പിൻ്റെ മുകളിൽ ചെറിയ തരിതരി പോലെ കാണുന്നുണ്ട്. അത് നമ്മളിപ്പോൾ പൗഡേഴ്സൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് സോപ്പ് കിട്ടുന്നത്. അപ്പോൾ നമുക്കിനി ഓരോരോ സോപ്പായിട്ട് അൺമോൾഡ് ചെയ്തെടുക്കാവേ. അങ്ങനത്തെ നമ്മുടെ എല്ലാ സോപ്പുകളും ഇവിടെ അൺമോൾഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ സോപ്പ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് ഉപയോഗിച്ച് ചെയ്യുന്ന സോപ്പുകളെയൊക്കെ അപേക്ഷിച്ച് ഷെൽഫ് ലൈഫ് കൂടുതലായിരിക്കും ഈ ഒരു എക്സ്ട്രാക്റ്റ് അല്ലെങ്കിൽ പൗഡേഴ്സൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന സോപ്പുകൾക്ക്. ഏകദേശം ഒരു 8 മന്തൊക്കെ എബോവ് നമ്മുടെ സോപ്പിൻ്റെ ഷെൽഫ് ലൈഫ് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മളത് ചേർക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസ് അതിൻ്റെ ക്വാളിറ്റിയൊക്കെ അനുസരിച്ചും ഷെൽഫ് ലൈഫിൽ വ്യത്യാസം വരാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ അതിന് ശേഷം നമ്മളത് ഓരോ സോപ്പിൻ്റെയും വെയിറ്റ് നോക്കുകയാണെങ്കിൽ എല്ലാ സോപ്പിനും കറക്റ്റ് ഗ്രാം ആയിരിക്കില്ല കേട്ടോ. ചിലതിലൊക്കെ വ്യത്യാസം വരും. ചിലത് 100, 105, 103, 104 അങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത്. പിന്നെ അതിന് ശേഷം നമുക്ക് ഈ ഒരു സോപ്പ് കവർ ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ഞാനിപ്പോൾ ക്ലിംഗ് ഫിലിം ഉപയോഗിച്ചാണ് കവർ ചെയ്യുന്നത്. നമ്മളെങ്ങനെയാണോ കവർ ചെയ്ത് വെക്കുന്നത് ആ ഒരു രീതിയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ സാമ്പിൾ സോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ pHും കാര്യങ്ങളും കൂടി ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ചെറിയ സാമ്പിൾ സോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് pHൻ്റെ സ്ട്രിപ്സ് വരുന്നത്. ഇത് നമുക്ക് ഓൺലൈനൊക്കെ ആയിട്ട് വാങ്ങാനായിട്ട് കിട്ടുന്നതാണ്. അതിലൊരു pH സ്ട്രിപ്സ് ഞാനിതുപോലെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഒരു സോപ്പിൽ കുറച്ച് വെള്ളം ആക്കിയിട്ട് ഒന്ന് ഇതുപോലെ പതപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിന് ശേഷം നമ്മുടെ ഒരു pH സ്ട്രിപ്സ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ആക്കുമ്പോൾ അതിൽ കളറിൽ ചേഞ്ച് വരുന്നതായിട്ട് കാണാം കേട്ടോ. അപ്പം എന്തായാലും കുറച്ച് നേരം അതൊന്ന് മാറ്റി വെക്കുന്നുണ്ട് ഉണങ്ങാനായിട്ട്. അതിന് ശേഷം കാണിക്കാവേ. ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മുടെ pH വന്നിരിക്കുന്നത്. pH 7 ആയിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോയിൽ കാണുമ്പോഴും നേരിട്ട് കാണുമ്പോഴും കളറിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ. അങ്ങനെ pH ഒക്കെ നോക്കിയതിന് ശേഷം നമ്മുടെ സോപ്പ് നമ്മൾ ക്ലിംഗ് ഫിലിം ഉപയോഗിച്ച് കവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു രീതിയിലാണ് കവർ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത്. ഇനി അടുത്തതായിട്ട് ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി സോപ്പിന് സ്റ്റിക്കർ ഒട്ടിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനത്തെ നമ്മൾ സ്റ്റിക്കറും പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റിക്കർ നമുക്കിനി ഇത് കട്ട് ചെയ്ത് ഒട്ടിക്കേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ അങ്ങനെ കട്ടൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ പൊളിച്ചെടുക്കുന്ന സ്റ്റിക്കറാണ് വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ സോപ്പിൽ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. മഞ്ചിഷ്ട നവര റൈസിൻ്റെ ഗോട്ട് മിൽക്ക് സോപ്പാണ് വരുന്നത്. അങ്ങനത്തെ നമ്മുടെ സോപ്പിൻ്റെ സ്റ്റിക്കർ നമ്മൾ ഒട്ടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവറിൽ പാക്ക് ചെയ്തിട്ടാണ് കൊടുക്കാറ്. ഇനി ഇതുപോലെ ബോക്സിലൊക്കെ ആക്കുകയാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലും കൊടുക്കാവുന്നതാണ്. നല്ല തിക്നെസ്സും കാര്യങ്ങളും ഉണ്ട്. ഫൈനലി നമ്മൾ സ്റ്റിക്കറും കാര്യങ്ങളെല്ലാം ഒട്ടിച്ച് കഴിയുമ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മുടെ സോപ്പ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു മഞ്ചിഷ്ട നവര റൈസിൻ്റെ ഗോട്ട് മിൽക്ക് ബേസ് വെച്ചിട്ടുള്ള സോപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ഈ ഒരു സോപ്പ് വേണമെന്നുണ്ടെങ്കിലും മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സോപ്പ് മേക്കിങ്ങിനുള്ള മെറ്റീരിയൽസ്, ഷാമ്പൂ, ഫേസ് വാഷ്, ലിപ് ബാം മേക്കിംഗ് മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.